പുതിയ വീട്ടുകൂടലിൻ്റെ തിരക്കിലായിരുന്നു ഞാനും മേരിയും. അപ്പോഴാണ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം യുണീക്ക് ഫിറ്റ്നസ് ജിമ്മിൽ ന്യൂ ഇയർ പ്രോഗ്രാമും ക്രിസ്മസ് പ്രോഗ്രാമും നടത്തുന്നുണ്ട് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നു ലാസ്റ്റ് ഇയർ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മളൊന്നും നോക്കിയില്ല, രാത്രി അങ്ങോട്ടേക്ക് വിട്ടു. പോയപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സ്വന്തം യുണീക്ക് ഫിറ്റ്നസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നവരും അവരുടെ ഹസ്ബൻഡും വൈഫും അനിയനും മക്കളും ഒക്കെയാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം നമ്മുടെ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സാന്താക്ലോസ് ഉണ്ടായിരുന്നു. ആരാ സാന്ത കെട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെല്ലാവരുടെയും സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ കേക്കൊക്കെ മുറിച്ച് സാന്താക്ലോസൊക്കെ വെച്ച് അടിപൊളി ഒരു ഗെറ്റ് ടുഗെദർ എന്നൊക്കെ പറയുമ്പം നമ്മൾ ജിമ്മിലൊന്നും അങ്ങനെ ഗെറ്റ് ടുഗെദർ അധികം കാണാറില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകുന്നൊരു ഫീൽ എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയി ട്രെയിനർമാരോടൊക്കെ കൂടെ ചില്ലാക്കി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത്, എന്നാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ടൈം പാസ് ഇല്ലാതെയും ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉള്ള ജിം. അങ്ങനെ പറയുമ്പം തന്നെ ജിമ്മിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഒരു ചില്ല് വൈബ് സ്ഥലം. അപ്പോൾ കേക്ക് മുറിച്ചു. കേക്ക് എടുക്കാൻ പോകുമ്പം അശുതോഷ് എൻ്റെ ട്രെയിനർ വന്നിട്ട് ഒന്ന് എത്തി നോക്കി. കാരണം ഞാൻ ഡയറ്റിലാണ്. പക്ഷേങ്കിൽ ഒരു ദിവസം സ്കിപ്പാക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാനും ചെറിയ കേക്ക് തിന്നുകൊണ്ടിരിക്കും. അവിടെ വന്നിട്ട് ട്രെയിനർ ഒളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇന്നത്തെ ദിവസം ഫുൾ സ്കിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഫ്രെയിമിൽ കൊള്ളുന്നില്ല, ഒരുപാട് ആൾക്കാർ. അങ്ങനെ എങ്ങനെയല്ലോ മുന്നിലും ബാക്കിലും പിറകിലൊക്കെ നിർത്തി എല്ലാവരെയും ഒന്ന് സെറ്റാക്കി ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടി റെഡിയാക്കി. അതിലിടയ്ക്ക് ഞാനും ഒരു സെൽഫി വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മാണെങ്കിൽ കൂടി എല്ലാവരെയും എല്ലാ ദിവസവും കാണും. പക്ഷേ എല്ലാവരോടും നമുക്ക് വർത്താനൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇന്നലെ അങ്ങ് തീർത്തു. അപ്പോഴാണ് നമ്മുടെ പുതിയ ഗെയിമുമായിട്ട് വന്നത്. ഫസ്റ്റ് ഗെയിമിൽ തന്നെ ഈ റെഡ് ടീ ഷർട്ടിട്ട ബ്രോ ആണ് ജയിച്ചത് കേട്ടോ. ഇത് ഇത്രയും ടൈമിനുള്ളിൽ അത് മറിച്ചിടുന്ന ആൾക്കാരാണ് ആദ്യം വിന്നറാവുക. അപ്പം കുറേ ഗെയിമൊക്കെ ഉണ്ട്. നമ്മൾ വരുന്നതിനെക്കാട്ടും മുമ്പ് ഒരു 3-4 ഗെയിമൊക്കെ കഴിഞ്ഞു. അവർക്കൊക്കെ ഗെയിം മാത്രമല്ല, ജയിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരും കാത്തിരുന്ന ഒരു ഗെയിം. അതായിരുന്നു ഇത് എൻ്റെ ട്രെയിനറാണ് അശുതോഷും അനുവും. ഇവർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ജയിച്ചത് അനു ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്തു, മീതു ബ്രോ ഗിഫ്റ്റ് കൊടുക്കാൻ. ഞാൻ ആകെ ഞെട്ടി കോരിത്തെറിച്ച് ചമ്മിപ്പോയി. അപ്പോഴാണ് ആദ്യം ഒരു പിങ്ക് ടവലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ തന്നത്. അപ്പോൾ പിങ്ക് ടവൽ മറ്റേ ആൾക്ക് വേണമെന്നാണ് ആൾ മെല്ലൻ അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ ബ്ലൂ ടവൽ എടുത്ത് മറ്റേ ആൾക്ക് കൊടുത്തു. പിങ്ക് ടവൽ ഇങ്ങനെ തൂക്കില്ല, കൺഫ്യൂഷനായില്ലേ? ഒരു പിങ്കും ബ്ലൂവിൻ്റെയും കളിയായിരുന്നു അത്. പക്ഷേ നൈസായിരുന്നു, ഫണ്ണിയായി, എല്ലാവരും എൻജോയ് ചെയ്തു. മിരിയും ഒരാൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാൻ കൊടുത്തതല്ല, മിരി കൊടുത്തതല്ല, അവിടുത്തെ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. പിന്നെ വൈനൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പരിചയപ്പെട്ട ഒരു ചില്ല് വൈബ് ഗേളായിരുന്നു അത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡാൻസ് ഫ്ലോറിലേക്ക് അങ്ങ് പോയി. DJ സ്റ്റാർട്ട് ചെയ്തതും എല്ലാവരുടെയും കാലിന് സ്പ്രിങ് വെച്ചതുപോലെ ഇളകാൻ തുടങ്ങി. തുള്ളി മറിച്ച് തിമിർത്ത് ഡാൻസ് ഫ്ലോർ അങ്ങ് കാലക്കി. ഞാനും മിരിയും പിന്നെ ഡാൻസൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് ഡാൻസ് കളിക്കും. മിരിയും നല്ല വൈബായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടുകൂടലിന് തിരക്കായതുകൊണ്ട് കംപ്ലീറ്റ് സ്ട്രെസ്സായിരുന്നു. ഇന്നലെ അത് മുഴുവൻ അങ്ങ് റിലീസ് ചെയ്തു. അത്രയും എൻജോയ് ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട് യുണീക്ക് ഫിറ്റ്നസ്സിന് നമ്മളെ വിളിച്ചതിലും ഇതൊക്കെ. ഇതാരാന്നറിയോ? ഇതാണ് നമ്മുടെ ചെക്കൻ സിദ്ധാർത്ഥ്, ഡാൻസറാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് എപ്പോഴും നമ്മളിവിടെ വീഡിയോ എടുക്കണം, ഡാൻസ് കളിക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു. ആ പരാതി നമ്മൾ ഇന്നലെ അങ്ങ് തീർത്തു കൊടുത്തു. സിദ്ധാർത്ഥ് ശരിക്കും പ്രൊഫഷണൽ ഡാൻസറാണ്, പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അറിയാമല്ലോ, നമ്മുടെ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാം വരുമ്പം സ്റ്റെപ്പൊന്നും കൈമേൽ വരില്ല, ഉള്ള സ്റ്റെപ്പ് കൊണ്ട് അങ്ങ് തുള്ളി തീർക്കും. പക്ഷേ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഗൈസ്.